രേണുസുതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവർക്കിപ്പോൾ ഒരു ക്യാൻസർ ബാധിച്ച് വലിയ രോഗം ബാധിച്ചിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. സുഖമായി വരുന്നില്ല പ്രതീക്ഷയിലാണ്. നമ്മളെല്ലാവരും സുഖമായി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ പറയാനുള്ള വേറെ കാര്യമുണ്ട്. എന്തെന്നറിയാം, ഈ രേണുസുതിയുടെ പച്ച ഇറച്ചി തിന്ന് രേണുസുതിയെ കൊല്ലാക്കൊല ചെയ്ത് തിന്ന് ജീവിച്ച കുറേ വ്ളോഗർമാരുണ്ട് മലയാളികളായിട്ടുള്ള കുറേ നാറികൾ. നാറികളോടാണ് എനിക്ക് പറയാനുള്ളത്, കുറച്ചെങ്കിലും ആത്മാഭിമാനം അന്തസ്സും ചെയ്യുന്ന കാര്യത്തോട് കുറച്ചൊക്കെ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നു വീണ ഈ ജീവിതത്തോട് കുറച്ചെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അവിടെ നാറികൾ ആ സ്ത്രീയുടെ പച്ചയിറച്ചി തിന്ന് കുറേ ആളുകളോട് ജീവിച്ചിട്ടുണ്ട്. അവരോട് എനിക്ക് പറയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കൊണ്ടുപോയി കൊടുക്കടാ. നിങ്ങൾക്ക് നമ്മളെ മലയാളികൾക്കൊരു ധാരണ ഉണ്ട്, എന്തെന്നറിയോ, വിവാഹം കഴിഞ്ഞ് ഡൈവേഴ്സായ സ്ത്രീകളാണോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീകളാണോ, അവർ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. അവർ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം. അവർ ജോലിക്ക് പോകാൻ പാടില്ല, അവർക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പാടില്ല, അവർ ഡാൻസ് കളിക്കാൻ പാടില്ല. ഇതിനൊക്കെ റെസ്ട്രിക്ഷൻസ് വെക്കാൻ നിങ്ങളാരാണ്? എനിക്ക് മനസ്സിലായി. ഇവിടെ കുറേ വ്ളോഗർമാരുണ്ട്, രേണുസുതി തുമ്മി, രേണുസുതി മുക്കി, രേണുസുതി പാടി, രേണുസുതിക്കൊന്നും പാടില്ല. എടാ നാറികളെ, ആ സ്ത്രീ ഇന്ന് സുഖമില്ലാതെ കിടക്കുക. കുറച്ചെങ്കിലൊക്കെ അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാവത്തിന് കൊണ്ടുപോയി കൊടുക്കടാ. നാറികളെ, പരനാറികളെ, ആ സ്ത്രീയെ നിങ്ങൾ ആ സ്ത്രീയെ പച്ചിറച്ചി കുറേ തിന്ന് വ്ളോഗ് ചെയ്ത് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കുറേ പണം വാരിയ നാറികളെ. എന്തെങ്കിലുമൊക്കെ അന്തസ്സും അഭിമാനവും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ സ്ത്രീക്കൊക്കെ എന്തെങ്കിലും 2 റുപ്യ കൊണ്ടുപോയി കൊടുക്കണം, നാറികളെ. പക്ഷെ കമറുദ്ദീനെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, രേണുസുദിനെ വെച്ച് ഒരു വീഡിയോ 10-30,000 ഫോളോവേഴ്സ് എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. ഒരു വീഡിയോ ഞാൻ രേണുസുദിയെ വെച്ച് ചെയ്തിട്ടില്ല, ഒരു വീഡിയോ രേണുസുദിയെ വെച്ച് കണ്ടൻ്റ് ആക്കിയിട്ടില്ല. എനിക്ക് ഒരു വീഡിയോ രേണുസുദിയെ വെച്ച് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എന്തോ, ഒരു സ്ത്രീയാണ്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത രേണുസുതിയുടെ കുടുംബം നമുക്കൊക്കെ അറിയാം, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തൊരു കുടുംബമാണ്. അത് പാട്ട് കളിച്ചിട്ടോ ഡാൻസ് പാടിയിട്ടോ ഇനോഗ്രേഷന് പോയിട്ടോ എന്തെങ്കിലുമൊക്കെ 2 റുപ്യ ഉണ്ടായിക്കോട്ടെ. ഇപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്ന് കരുതി അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെ നാറികളുണ്ട്. അവരെ പച്ചയിറച്ചി തിന്ന് കുറേ വീഡിയോ ഇട്ട് കണ്ടൻറ് ഉണ്ടാക്കിയ പൈസ വാരിയ കുറേ നാറികളുണ്ട്, പരനാറികൾ. ആ നാറികളോട് എനിക്ക് പറയാൻ എന്തോ, ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കിടക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ 2 റുപ്യ കൊണ്ടുപോയി കൊടുക്കും, പരനാറികളെ.